പ്രിയപ്പെട്ട പ്രിൻസിപ്പാൾ ബിന്ദു ഷാർമിള ടീച്ചർ, ഉഷ ടീച്ചർ, വൈസ് പ്രിൻസിപ്പാൾ, മുനീർ സാറ്, മറ്റ് സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, നമുക്ക് ഇവിടെ MLA സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യേണ്ടതാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടക്കുമായിരുന്നെങ്കിൽ നമ്മളെ സംബന്ധിച്ച് കുറച്ചേറെ ഗുണങ്ങളുണ്ടാകുമായിരുന്നു. എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ബഹുജന പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു MLAയും ആയിരിക്കുന്ന ഒരു വ്യക്തി നമ്മളോട് കുറച്ചേറെ കാര്യങ്ങൾ പറയുകയും അതനുസരിച്ച് നമുക്ക് നമ്മുടെ ചർച്ചകൾ കൊണ്ടുപോകാനും കഴിയുമായിരുന്നു. എങ്കിലും അദ്ദേഹം ഇല്ലാത്ത ഒരു സ്ഥിതിക്ക് അതിപ്പോഴത്തെ ഒരു ഘടകമേയും കൂടെ എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും തുടക്കത്തിൽ മുനീർ സാർ പറഞ്ഞ പോലെ തന്നെ ദേശീയത എന്ന് പറയുന്നത് രൂപപ്പെട്ടത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ കോളനി വിരുദ്ധ സമരങ്ങളിലൂടെയാണ്. യൂറോപ്പിലാണെങ്കിൽ അത് രാജാധിപത്യത്തിനൊക്കെതിരെ നടന്ന വിവിധ സമരങ്ങളിലൂടെയാണെങ്കിൽ നമ്മൾക്കൊരു കോളനി വിരുദ്ധ സമരങ്ങളിലൂടെ, സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളിലൂടെയാണ് ദേശീയത രൂപപ്പെട്ടത്. പക്ഷേ ഈ ദേശീയതയ്ക്ക് നമുക്കറിയാവുന്ന പോലെ ഏറെക്കുറെ ബ്രിട്ടീഷ് ഭരണത്തിനോടുള്ള ഒരു സംഘടിത ചെറുത്തുനിൽപ്പ് രൂപപ്പെടുന്നതിന് ഒരുപാട് വർഷങ്ങളെടുത്ത്, ഏറെക്കുറെ ഒരു 100 വർഷത്തോളം. ദേശീയതയുടെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു 100 വർഷങ്ങളോളം സമാധാനപരമായിട്ടും പലതരത്തിലുള്ള നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടും സമൂഹത്തിലെ ഇന്ത്യയിലെ സമുദായത്തിലെ ഏറ്റവും ഉയർന്ന ആൾക്കാർ നടത്തിയ നിവേദനങ്ങൾ, അങ്ങനെ ഒരുപാട് സമ്മർദ്ദങ്ങളില്ല. അതായത് സമാധാനപരമായ ഒരു ദേശീയതയുടെ ഒരു 100 വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു സമരചരിത്രം നമുക്കുണ്ട്. അതിനുശേഷം വീണ്ടും അത് മാറുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ശേഷം വേറൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് അതിന് തിലകൻ്റെ ഒരു നേതൃത്വം വരുന്നു, ഗാന്ധിയുടെ നേതൃത്വം വരുമ്പോൾ അതൊരു ജനകീയ നേതൃത്വമായി വരുന്നു. അങ്ങനെ ഇന്ത്യ ഏറെക്കുറെ ഒരു ഭാഷയുടെ, വിവിധ ഭാഷകളുടെ ഒരു സംഘാതമായിട്ടും വിവിധ ദേശങ്ങളുടെ ഒരു സംഘാതമായിട്ടും ഒരു കണ്ടെത്തപ്പെടുന്ന ഇന്ത്യയായി മാറും. അതായത് ഒരു ഇമാജിനേറ്റീവ് എന്ന് പറയുന്ന രീതിയിൽ നിലനിന്ന ഒരു സാങ്കല്പികതയിൽ നിന്ന് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഇന്ത്യ ഉണ്ടാവുന്നത് ദേശീയ പ്രസ്ഥാനത്തിലൂടെയാണ്. അതിൻ്റെ മുമ്പിൽ നമ്മളെ പ്രതിഷ്ഠിച്ചാൽ നമ്മളെ ഇങ്ങോട്ട് കടന്നു വരാൻ പ്രേരിപ്പിച്ചത് പറഞ്ഞ പോലെ കോളനി വിരുദ്ധ സമരങ്ങളാണ്. കൊളോണിയൽ വിരുദ്ധ നമ്മുടെ അധികാരം നമ്മൾ തന്നെ ആയിരിക്കണം, രാഷ്ട്രീയാധികാരം നമുക്ക് തന്നെ ആയിരിക്കണം എന്നുള്ള ജനങ്ങളുടെ ഇച്ഛയിൽ നിന്നാണ് ദേശീയത രൂപപ്പെട്ടത്. പക്ഷേ ഈ ദേശീയത രൂപപ്പെടുമ്പോൾ ഇതിനൊരു അടിസ്ഥാനപരമായ ഒരു വിമർശനത്തോടു കൂടിയാണത്, അല്ലെങ്കിൽ അതിനോടുള്ള വിമർശനങ്ങളും രൂപപ്പെടുന്നുണ്ട്. കാരണം ദേശീയ ഭാഷ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത അതെപ്പോഴും പ്രോമിനൻ്റ് ആയിരിക്കും. ഒരു പ്രോമിനൻ്റ് കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് പലപ്പോഴും ഭാഷയെപ്പറ്റിയുള്ള ഒരു ശക്തമായൊരു ആധിപത്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ മലയാളികൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇവിടുത്തെ സവർണ വിഭാഗങ്ങളുടേതായിരിക്കും മലയാളം എന്ന് പറയുന്നത്. CL ആൻ്റണി എന്നൊക്കെ പറയുന്ന ശാസ്ത്രകാരന്മാരൊക്കെ വളരെ വിശദമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് മലയാളം രൂപപ്പെട്ടതെന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള ഗോത്ര ഭാഷകളിലൂടെയും വാമൊഴികളിലൂടെയും അതേപോലെ തന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ പോലുള്ള ഭാഷകളുടെ സംയോജനത്തിലൂടെയൊക്കെ നമ്മൾ ഭാഷയിലേക്ക് വികസിച്ച് വരുമ്പോൾ തന്നെ ഇവിടെ ഭാഷാദേശീയതയ്ക്കൊരു ആധിപത്യ രൂപമുണ്ട്. അതിവിടെ നിലനിൽക്കുന്ന പഴയ കാലത്തോ ഇപ്പോഴോ നിലനിൽക്കുന്ന റൂളിംഗ് കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ അതുപോലത്തെ വിഭാഗങ്ങളുടെ ഒരു സാംസ്കാരിക രാഷ്ട്രീയ ഔന്നത്യത്തിൻ്റെ ഒരു രൂപത്തിലായിരിക്കും അത് പ്രത്യക്ഷപ്പെടുന്നു ലോകത്തെ എല്ലായിടത്തും. അതുപോലെ തന്നെ ദേശീയതയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, ദേശീയതയിലേക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ അധികാരം കൈയാളിരുന്ന ബ്രിട്ടീഷുകാരിൽ നിന്ന് ഞങ്ങൾക്ക് അധികാരം വേണമെന്ന് പറയുന്നൊരു വിഭാഗം ഉയർന്നു വരുമ്പം മിക്കവാറും അവർ ആവശ്യപ്പെട്ടത് പഴയ കാലത്ത് ഭരണമുണ്ടായിരുന്നു, പഴയ ഭൂതകാലത്ത് ഇന്ത്യയിൽ അധികാരമുണ്ടായിരുന്ന വിഭാഗങ്ങളിലേക്ക് അധികാരം വരണമെന്നതിൽ. അങ്ങനെയാണ് ദേശീയ പ്രസ്ഥാന കാലത്ത് ഒരുപാട് തരത്തിലുള്ള സംഘർഷങ്ങൾ രൂപപ്പെട്ടു. ഒന്ന്, ഭൂതകാലം, നമുക്കൊരു സുവർണ ഭൂതകാലം ഉണ്ടായിരുന്നെന്നും മഹത്തായ ഭൂതകാലം വളരെ മതസഹിഷ്ണുത ഉണ്ടായിരുന്നെന്നും അതിഥികളെ ആദരിച്ചതായിരുന്നെന്നും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സങ്കല്പങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക. അങ്ങനെ മാത്രമല്ല ഇന്ത്യയുടെ ഒരു ഇന്ത്യ എന്ന് പറയുന്നൊരു വണ്ടറാണ്, ഒരു മഹത്തായ രാജ്യമായി മാറുന്നതിന് കാരണങ്ങളിലൊന്ന് അതിന് വേദകാല പാരമ്പര്യമായിരുന്നെന്നും ഈ വേദകാല പാരമ്പര്യം പഴയ ഗ്രീക്കിനെ സംബന്ധിച്ച ഗ്രീക്ക് സംസ്കാരമാണ് ലോക സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ടതായിട്ട് എല്ലാവരും കണക്കാക്കുന്നെങ്കിൽ പോലും അതിനെപ്പോലും സ്വാധീനിക്കുക, അവർ പോലും കടം കൊണ്ടത് ഇന്ത്യയിലെ വേദകാല അല്ല ആര്യാധിപത്യത്തിലൂടെയാണെന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ ഒരു 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ലോകത്തിലെ ഓറിയൻ്റലിസ്റ്റുകൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ടാവുകയും അവർ ഈ വേദകാലത്തെയൊക്കെ പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള വലിയ വ്യവഹാരങ്ങൾ വരികയും അങ്ങനെ ഇന്ത്യയുടെ ഗ്ലോറിയസ് പാസ്റ്റ്, പഴയൊരു
രാഷ്ട്രം എന്ന് പറയുന്നത്, ഗ്ലോറിയസ് പാസ്റ്റ് എന്ന് പറയുന്നത് മഹത്തായ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ആ പാസ്റ്റിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു അർഹതയുടെ പേരിലാണ് ദേശീയതയുടെ അവകാശവാദങ്ങൾ ഉയരുകയും ദേശീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുകയും അതിൻ്റെ നേതൃത്വങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ടാണ് തിലകനൊക്കെ വലിയ പ്രാധാന്യം വരികയും അവർ മിക്കവാറും എടുത്തത്. പക്ഷേ ഇവിടെ ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഗ്ലോറിയസ് പാസ്റ്റിനെ പറ്റി, അല്ല ഇന്ത്യയുടെ സാംസ്കാരിക ഔന്നത്യം എന്ന് പറയുന്നത്, ഇവിടെ മുനീർ സാറ് സൂചിപ്പിച്ച പോലെ സാംസ്കാരിക ദേശീയവാദമായിട്ട് പിന്നീട് പരിവർത്തപ്പെട്ട നമ്മുടെ സാംസ്കാരിക മേന്മകളെല്ലാം പലപ്പോഴും ചില എക്സ്ക്ലൂഷൻ അതിൽ വളരെ ശക്തമായിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരിക്കലും പണിയെടുക്കുന്ന ഒരു വിഭാഗം, അധ്വാനിക്കുന്ന ഒരു വിഭാഗത്തിനെ ഒരിക്കൽ പോലും അതൊരു സമൂഹത്തിൽ ഒരു കൊള്ളരുതാത്തവരായിട്ട്, അല്ലെങ്കിൽ അവരെ തൊട്ടുകൂട്ടാത്തവരും മൈത്തക്കാരെയൊക്കെ ആയി കണക്കാക്കിയിരുന്നുള്ളൂ. പലപ്പോഴും അധ്വാനിക്കുന്ന വിഭാഗത്തെ ഒരിക്കലും സമൂഹത്തിനകത്തൊരു എന്തെങ്കിലും ഒരു സംസ്കാര നിർമ്മിതിയുടെ ഭാഗമായി കണക്കാക്കാത്ത രീതിയിലാണ് നമ്മുടെ ഐഡിയോളജി എപ്പോഴും നിലനിന്നിരുന്നത്. അത് നമുക്ക് പഴയ വേദപുരാണങ്ങളും കൃതികളും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ മണ്ണിപ്പണിയെടുക്കുന്നയോ കൈത്തൊഴിൽ നിർമ്മാണമോ ഒക്കെ, ഇന്ത്യ എന്ന് പറയുന്ന സ്വത്വത്തെ വളരെ നിർമ്മിച്ചെടുത്തതിൽ, ഇന്ത്യ പുരാതന കാലം മുതലേ ലോകപ്രശസ്തമായി മാറുന്നതിൻ്റെയൊക്കെ പിന്നിൽ പലപ്പോഴും നമ്മുടെ മന്ത്രോച്ചാരണങ്ങൾ മാത്രമൊന്നുമല്ല, ഉപനിഷത്ത് മന്ത്രങ്ങളുടെയൊക്കെ പേരിലാണെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഇവിടെ ഉണ്ടായിരുന്ന കൈത്തൊഴിലിൻ്റെയും വളരെ വികസിതമായ കാർഷിക വ്യവസ്ഥയുടെയും കൈത്തൊഴിൽ ജനതയുടെയൊക്കെ ഒരു വികാസത്തിലൂടെയാണ്. അവരാണ് ശരിക്കും ഇന്ത്യയെ നിർമ്മിച്ചെങ്കിൽ പോലും അവരുടെ ഒരു നിർമ്മിതിയെ ഒരിക്കലും സംസ്കാരമായി കണക്കാക്കാത്ത രീതിയിലാണ് വന്നത്. അതുകൊണ്ടാണ് വേദകാലം മാഹാത്മ്യമൊക്കെ പറയുകയൊക്കെ ചെയ്യുകയും മാത്രമല്ല വലിയൊരു വിഭാഗം ജനത, ഒരു വലിയൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അതൊരു വർണ്ണവ്യവസ്ഥ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ എക്സ്ക്ലൂഷനായിരുന്നു അതിൻ്റെ സ്വഭാവം തന്നെ. അടിസ്ഥാനപരമായി ചില വിഭാഗങ്ങളെ പുറന്തള്ളിക്കൊണ്ട് ചില വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഇൻക്ലൂഷൻ ഉണ്ടാക്കണമെങ്കിൽ, ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് എക്സ്ക്ലൂഷനും കൂടെ കൂടിയ ഒരു സാധനം. അതായത് ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്നു അതിഥി ദേവോഭവ എന്ന് പറയുമ്പം, പക്ഷേ നമ്മുടെ ഇന്ത്യ പഴയ ഒരു അതിഥി എന്ന് പറയുന്ന കൃതികളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം, അതിഥി എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണ ഗ്രഹത്തിലേക്ക് വരുന്ന, അല്ലെ ശൂദ്രഗ്രഹത്തിലേക്ക് ബ്രാഹ്മണർക്ക് മാത്രമേ അതിഥിയാവാനുള്ള ശേഷിയുണ്ട്, അല്ലെ അവരെ അംഗീകരിക്കുന്ന രീതിയിലാണ് കിടക്കുന്നത്. അല്ലെ പലതരത്തിലുള്ള മഹത്വങ്ങൾ നമ്മൾ പറയുമ്പം തന്നെ അതിലെല്ലാം ബാക്കിൽ അടുത്തൊരു വാക്കുംപടി ഉണ്ടാവാം. ആ ബാക്ക് എപ്പോഴും ബ്രാഹ്മണത്വത്തിന് അംഗീകാരം മാത്രം കൊടുക്കുന്നത്, ബ്രാഹ്മണിസം എന്നൊക്കെ പറയപ്പെടുന്ന ഒരിതിന് മാത്രം അംഗീകാരം കൊടുക്കുന്നതായിരുന്നു. അങ്ങനെ അവരെ ഇൻക്ലൂഡ് ചെയ്യുകയും മറ്റു പലതിനെയും എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മേന്മാവാദങ്ങളൊക്കെ രൂപപ്പെട്ടത്. ഈ മേന്മാവാദങ്ങളും അത് പലപ്പോഴും സംഘർഷത്തിലേക്ക് രൂപപ്പെട്ടു. അത് ഏറെക്കുറെ ഫൂലെയാണ് ഡോക്ടർ, അതായത് വിവേകാനന്ദനൊക്കെയാണ് നമ്മുടെ സാംസ്കാരികമായിട്ട് നമ്മളുടെ ഒരു ഇതിന് ദേശീയതയ്ക്ക് ഉദയം കൊടുത്തതെന്ന് പറയാം. അദ്ദേഹം ലോകത്തിലെ വിവിധ തരത്തിലുള്ള സാംസ്കാരിക മൂല്യങ്ങളെ പരിശോധിക്കുകയും അതിലൂടെ ഇന്ത്യക്കൊരു പാസ്റ്റിനെ, ഇന്ത്യൻ പാസ്റ്റിനെ പറ്റി വളരെ വികസിതമായ ഇന്ത്യൻ പാസ്റ്റിനെ പറ്റി ഒരു വലിയൊരു ഇതുണ്ടാക്കിയ ഒരു വിശ്വാസ സമൂഹമായി നമ്മളെ മാറ്റുന്ന രീതിയിൽ വലിയ ഉത്ബോധനങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് ദേശീയതയ്ക്ക് ഒരു അടിത്തറ, സാംസ്കാരിക അടിത്തറയിട്ടത് വിവേകാനന്ദനെപ്പോലുള്ളവരൊക്കെയാണ്. അത് പിന്നീട് ഒരുപാട് പേരുണ്ട്, രവീന്ദ്രനാഥ ടാഗോറുടെ ഒക്കെ ഒരുപാട് പേരൊക്കെ വരുന്നെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു ദേശീയതയുടെ പ്രാരംഭഘട്ടം, ദേശീയത എന്നൊക്കെ പറയുന്ന ഘട്ടത്തിൽ തന്നെ ഇതിന് തർക്കങ്ങൾ ഉയർത്തുമെന്നു. ഇതിന് കാരണമെന്ന് പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞു, ഈ തൊട്ടുകൂടാത്തവരെന്ന് പറയുന്ന ഒരു തൊട്ടുകൂടായ്മ ഇവിടെ നിലനിന്നു, അല്ലെങ്കിൽ ഇവിടെ അയിത്തം പോലുള്ള വ്യവഹാരങ്ങൾ നിന്നുകൊണ്ട് അത് ബന്ധപ്പെട്ട വ്യവഹാരങ്ങളെ പുനർജീവിപ്പിച്ചുകൊണ്ട് അവയോട് ചോദ്യം ചെയ്തുകൊണ്ട് മഹാത്മാ ഫൂലെയാണ് ഒരു കൗണ്ടർ നറേറ്റീവ് ഉണ്ടാകുന്നത്. ദേശീയതയെപ്പറ്റി ഒരു മൊത്തത്തിൽ തന്നെ ഇന്ത്യൻ ദേശീയതയെ ഉപരിജാതികളുടെ അകത്ത് രൂപപ്പെടുത്തിയ ഒരു തിയറിയെ ചോദ്യം ചെയ്ത് മഹാത്മാ ഫൂലെയാണ് മഹാരാഷ്ട്ര ഒരു അദ്ദേഹം നേരിട്ട് എതിർവാദം, ഒരു വിമത അല്ലെ ഒരു പ്രതിസ്വരമാണ് ഉയർത്തുന്നത്. അദ്ദേഹം നേരെ എതിരായിട്ട് പറഞ്ഞു, ഇന്ന് പഴയകാല വേദമാഹാത്മ്യം പറയുന്നവർ ഒരുതരം ചതിയന്മാരാണെന്നും വേദകാലത്ത് ആക്രമണമാണ് നടന്നെന്നും വേദകാലത്ത് പലപ്പോഴും ഇവർ പറയുന്ന പലതും സ്ത്രീപീഡനങ്ങളായിരുന്നെന്നും അതേപോലെ തന്നെ കീഴാളർ എന്ന് പറയുന്ന വിഭാഗത്തെ പരിഗണിക്കാതെ അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് അടിച്ചമർത്തിയതായിരുന്നെന്നും മാത്രമല്ല വേദോപനിഷത്തുകളിൽ പറയുന്ന പല ദൈവിക പദവിയുള്ളവരും വളരെയധികം ജനദ്രോഹികളായിരുന്നെന്നും
മറിച്ച് ജനദ്രോഹികൾ അവതാരപുരുഷന്മാരൊക്കെ വന്നെടുത്ത് കൊന്നൊടുക്കിയവർ പലരും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ നേരെ കൗണ്ടർ ആയിട്ട് ഇന്ത്യൻ ദേശീയതയുടെ മഹത്വ കൽപ്പനകൾക്ക് ഒരു കൗണ്ടർ നിർമ്മിച്ചുകൊണ്ട്, ഒരു കൗണ്ടർ നറേറ്റീവ് കൊണ്ടും ഫൂലെയാണ് രംഗത്ത് വരുന്നത്. അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ മഹാത്മാ ഫൂലെയുടെ പങ്കാളിയായിരുന്നു, ജീവിത പങ്കാളിയായിരുന്നു സാവിത്രി ഫൂലെ. ഇവരാണ് ആദ്യമായിട്ട് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് പള്ളിക്കൂടം ആരംഭിക്കുന്നത് ഇന്ത്യയിൽ. സ്ത്രീ വിദ്യാഭ്യാസത്തിന് ആദ്യം തുടക്കമിടുന്നതും അവരും വേറൊരു മുസ്ലിം സ്ത്രീയും കൂടെ കൂടിയാണ്. അങ്ങനെ വളരെ സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്ന, ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് ദേശീയതയുടെ ഈ സംഘർഷങ്ങളെ കൊണ്ടുവരുവാണ് അദ്ദേഹം ചെയ്തത്. അതിനുശേഷം ഫൂലെയ്ക്ക് ശേഷമാണ് ഈ ദേശീയതയുടെ അകത്തൊരു വലിയ ഭിന്നിപ്പുണ്ടാവുകയാണ്. രണ്ട് തരത്തിലുള്ള ഭിന്നിപ്പ്. ഇന്ന് അധസ്ഥിത ജനവിഭാഗങ്ങൾ എന്നറിയപ്പെടുന്ന വിഭാഗങ്ങൾ അവരുടേതായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉള്ള ഒരു ദേശീയതയുടെ ഒരു സംഘർഷ ഭൂമിക ഉണ്ടാകുന്നു. അപ്പുറത്ത് പറഞ്ഞ പോലെ രാഷ്ട്രീയാധികാരം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന രീതിയിൽ ഒരു നയമുണ്ടാകുന്നു. ഈ രണ്ട് ഒരു തീരുമാനം ഉണ്ടാകുന്നു. അങ്ങനെ ഇത് സംഘർഷമാണ്. ഇപ്പം ഡോക്ടർ അംബേദ്കർ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ തുടക്കകാലത്ത് രണ്ട് ചിറകുകൾ പോലെയായിരുന്നു രണ്ട് പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. ഒന്ന് രാഷ്ട്രീയ പരിഷ്കരണ കക്ഷി, പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ പരിവർത്തനങ്ങൾ, സമൂഹത്തിനകത്ത് എപ്പോഴും രാഷ്ട്രീയ പരിവർത്തനങ്ങൾ. ഇപ്പം നമ്മൾ ഇന്ദുലേഖയൊക്കെ വായിച്ചറിയാം, രാഷ്ട്രീയം മുന്നിലേക്ക് വരും. ഈ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയാധികാരം എന്ന് പറയുന്നത് ഈ സവർണർക്ക് കിട്ടേണ്ട രാഷ്ട്രീയാധികാരത്തിന് വേണ്ടിയുള്ള ഒരു പ്രബലമായ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ സോഷ്യൽ കോൺഫറൻസ് എന്ന് പറയുന്ന മറ്റൊരു ധാരയും കൂടിയുണ്ട്. രണ്ട് ധാരകൾ. അത് സോഷ്യൽ കോൺഫറൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ സാമൂഹ്യമായിട്ടും ജാതിവ്യവസ്ഥയുള്ള അവസ്ഥകൾ മാറണമെന്നും സമൂഹത്തിലകത്ത് മൊത്തം പരിവർത്തനം വരണമെന്നും ബാധിച്ച രണ്ട് വിഭാഗങ്ങളായിരുന്നു. അത് രണ്ടും ചേരിത്തിരിയാതെ ഒരു ചിറകുകൾ പോലെ ദേശീയ പ്രസ്ഥാനത്തിന് അകത്ത് ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്നു. അതായത് രാഷ്ട്രീയ പരിവർത്തനം വേണം, അതായത് നമുക്ക് രാഷ്ട്രീയാധികാരം കിട്ടുമ്പോൾ തന്നെ ഇന്ത്യക്കകത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ നടക്കാണ്ട് ഇവിടെയുള്ള തുല്യത, പ്രത്യേകിച്ച് സമത്വം എന്ന് പറയുന്ന ആശയം സ്ഥാപിക്കപ്പെടണം എന്നൊക്കെ പറയുന്ന രണ്ട് വാദങ്ങൾ നിലനിന്നു. പക്ഷേ തിലകൻ്റെ നേതൃത്വം വന്നോടുകൂടി, തിലകൻ ദേശീയ നേതൃത്വത്തിലേക്ക് വന്നോടുകൂടി ഈ സാമൂഹ്യ പരിവർത്തന കക്ഷി എന്ന് പറയപ്പെടുന്നത് അത് കീഴാളരായിരുന്നു അതിൽ കൂടുതലുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അധസ്ഥിത ജാതികളുടെ പ്രതിനിധികളായിരുന്നു സോഷ്യൽ റിഫോംസിന് വേണ്ടി വാദിച്ചവർ, സാമൂഹ്യ പരിവർത്തനങ്ങൾക്ക് വേണ്ടി വാദിച്ചവർ. അവർ രണ്ടും കോൺഗ്രസിൻ്റെ ആദ്യകാല സമ്മേളനത്തിൽ രണ്ട് പന്തൽ കെട്ടുമായിരുന്നു. ഈ രണ്ട് പന്തലിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്തുകൊണ്ടൊരു ഒരുമിച്ചാണ് പ്രവർത്തിച്ചെങ്കിൽ തിലകൻ വന്നോടുകൂടി ഈ പന്തൽ തന്നെ, സാമൂഹ്യ പരിഷ്കരണ കക്ഷിയുടെ പന്തലുകൾ തന്നെ കത്തിച്ചുകൊണ്ട് അവരെ പുറത്താക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്തു. കാരണം അവർ വിദൂരമായിട്ടാണ് പറയുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് ചർച്ച ചെയ്യാനുള്ള അവസരമില്ലെന്നാണ് പറയുന്നത്. ഇന്ദുലേഖയിൽ അങ്ങനെ ഒരു അധ്യായമുണ്ട്. ഇന്ദുലേഖയിൽ നമുക്കറിയാം, ഇന്ദുലേഖ എന്ന് പറയുന്ന നോവൽ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി വാദിക്കുന്ന, സവർണ സമുദായങ്ങളിലെ കുടുംബ പരിഷ്കരണത്തിന് വേണ്ടി വാദിക്കുന്ന, അതിനാണ് മുന്നോട്ട് വെക്കുന്നത്. സ്ത്രീകളുടെ സവർണ ഒക്കെയാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ തന്നെ അതിനെല്ലാം ജാതിയുടെ ഒരു ചർച്ച നടക്കുമ്പം പറയുന്നുണ്ട്, ജാതിയെപ്പറ്റി ഒരു സഭ കൂടാൻ നമുക്കായിട്ടില്ല എന്ന് പറയുന്നു. അത് അങ്ങനെ തന്നെ പറയും, സഭ കൂടേണ്ടത് ആവശ്യമില്ല, കാരണം അതിന് നമ്മൾ ആവശ്യമില്ല, മറിച്ച് രാഷ്ട്രീയാധികാരം എന്ന് പറയുന്നതിനെ ഭിന്നിച്ച് കളയും എന്നുള്ളത് കൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ദേശീയതയുടെ അകത്ത് ഈ സംഘർഷം രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നീട് പറഞ്ഞ പോലെ ഡോക്ടർ അംബേദ്കർ പോലുള്ളവരും വിവിധ തരത്തിൽ, അംബേദ്കറുടെ പേര് മാത്രം നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ പലതരത്തിലുള്ള സാമൂഹ്യ സംഘർഷങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഒരു അധസ്ഥിതരുടെയും സ്ത്രീകളുടെയൊക്കെ അവകാശങ്ങൾ മൂടെ ചോദ്യം ചെയ്യുന്ന, വേടിക്കുന്ന ഒരു ഇടമായി മാറുന്ന, ഒരു സമരഭൂമികയായി ദേശീയത മാറുന്നുണ്ട്. ഈ മാറുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന പോലെ ഒരു കരാർ വ്യവസ്ഥയിലാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും സംവരണം എന്നൊക്കെ പറയുന്നുണ്ട്, ഒരു ദാനമായിട്ട് അല്ലെ തൊഴിൽദാന പദ്ധതിയായിട്ടൊക്കെ വർണ്ണിക്കുന്നുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് ദേശീയതയുടെ അകത്ത് രൂപപ്പെട്ട വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളെ ദേശത്തിൽ ചേർത്ത് നിർത്താനുള്ള ഒരു ആയിട്ടാണ് സംവരണം പോലുള്ള പല അവകാശങ്ങളും നിലനിൽക്കുന്നത്. ഇപ്പം നമ്മൾ പല അവകാശങ്ങളും ഒരിക്കൽ പോലും മുകളിൽ നിന്ന് കെട്ടിയിറക്കപ്പെട്ടതോ മുകളിൽ നിന്ന് വരുന്നതുമല്ല. അത് പലപ്പോഴും ജനജീവിതത്തിൽ നടന്നിട്ടുള്ള ഇന്ത്യയിലെ ആഭ്യന്തര സമരങ്ങളുടെ അകത്ത് രൂപപ്പെട്ട
പ്രശ്നങ്ങളാണ് പലപ്പോഴും ഭരണഘടന രൂപപ്പെട്ടപ്പോഴും ദേശീയതയുടെ തുടക്കകാലത്തിലും കരാറുകളായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പലരും പറയും ആദിവാസികൾക്കൊരു അവകാശമുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പല അവകാശങ്ങളും. പക്ഷേ യഥാർത്ഥത്തിൽ ആദിവാസികൾക്ക് അവകാശം കൊടുക്കുന്ന ബ്രിട്ടീഷുകാരോട് എല്ലാം നടത്തിയ പലതരത്തിലുള്ള രാഷ്ട്രീയ സമരങ്ങളും സാമൂഹ്യ സമരങ്ങളും രക്തരൂക്ഷിതമായ സമരങ്ങൾ രാഷ്ട്രീയ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടി വരികയും അവർക്ക് പരിഗണന കൊടുക്കേണ്ടി വന്നപ്പോഴാണ് ആദിവാസികൾക്ക് സ്വന്തമായ സ്ഥലങ്ങൾ വേണം, അവരുടെ സ്ഥലങ്ങളിലേക്ക് എൻക്രോച്ച്മെൻറ്റ് പാടില്ല, അല്ലെ അവർക്ക് പ്രത്യേക പട്ടിക പ്രദേശങ്ങളിൽ അവർക്ക് അധിവസിപ്പിക്കാൻ കൊടുക്കണം, അവരുടെ മേലുള്ള കുടിയേറ്റം, അവരുടെ മേലുള്ള അങ്ങനെയുള്ള ഒരുപാട് അവകാശങ്ങളൊക്കെ രൂപപ്പെടുന്നതിന് കാരണം ഈ ദേശീയതയുടെ അകത്തും ജനാധിപത്യത്വം കരാർ വ്യവസ്ഥയാണ്. ഈ കരാർ എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് പലപ്പോഴും മേധാവിത്വ വിഭാഗങ്ങൾ ഈ കരാറിനെ അംഗീകരിക്കാതെ, അല്ലെ ഈ കരാറാണെന്നുള്ള വസ്തുതയെ കാണാതെ അവരുടെ ഒരു തരം ഔദാര്യമാക്കി മാറ്റിക്കൊണ്ടൊരു അങ്ങനെയാണ് പോകുന്നെങ്കിൽ പോലും ദേശീയതയ്ക്ക് അടിസ്ഥാനപരമായൊരു കരാർ സ്വഭാവമുണ്ട്. ഈ കരാർ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ വളരെയധികം വലിയ സംഘർഷത്തിലേക്ക് പോകും സമൂഹം. അതുകൊണ്ടാണ് ഉദാഹരണം കുറച്ച് നമുക്കറിയാം, രണ്ടാഴ്ച മുമ്പാണ് ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായൊരു സുപ്രീം കോടതി ജഡ്ജിയായ ദുബ എന്ന് പറയുന്ന ജഡ്ജി ഈ ടെലിവിഷൻ ചാനലിന് മുമ്പിൽ നിന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ എന്താണ്, നമ്മുടെ ഈ രാഷ്ട്രമെന്ന് പറയുന്നത് മതേതരത്വം എന്ന് പറയുന്ന സങ്കല്പത്തിന് വേണ്ടി സുപ്രീം കോടതിയുടെ ചില വിധികളും നിരന്തരം ഇന്ത്യയിൽ നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിൻ്റെ മേൽ കടന്നാക്രമിക്കുകയും ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രത്തെ ശിഥിലമാക്കി പടിയുന്നു. നമ്മളെങ്ങോട്ടാണ് പോകുന്നുവെന്ന് പറഞ്ഞ് വിലപിക്കുന്ന രീതിയിലൊരു സംഭവം നമ്മളെല്ലാവരും കണ്ടതാണ്. എന്തുകൊണ്ടാണ്? രാഷ്ട്രമെന്ന് അല്ലെ ദേശം നമുക്ക് രൂപപ്പെടുത്തുമ്പോൾ നിശ്ചിതമായ ചില അവകാശങ്ങൾ രേഖാപരമായിട്ടില്ലെങ്കിൽ പോലും ചില കരാറുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കരാറാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ, അതേപോലെ ദരിദ്രരുടെ അല്ലെങ്കിൽ കീഴാളരുടെ അവകാശങ്ങൾ, പിന്നോക്ക സമൂഹങ്ങളുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ പുരോഗമനം, അടുത്ത ഘട്ടത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാനുള്ള അവർക്ക് കൊടുക്കുന്ന അവകാശങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള പാർശ്വവൽകൃത വിഭാഗങ്ങൾക്കും സമൂഹത്തിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് അല്ലെന്ന് പറയപ്പെടുന്ന വിഭാഗങ്ങളെ നിരന്തരം കൂട്ടിയോജിപ്പിച്ച് നിർത്താനും അവരെ അങ്ങോട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനും കഴിയുന്ന രീതിയിൽ ഒരു ആക്കം കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള അനേകം വ്യവസ്ഥകളാണ് ഇന്ത്യയിൽ, സമകാലീന ഇന്ത്യയിൽ സങ്കീർണമായ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യണം. അതാണ് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ സാംസ്കാരിക ദേശീയവാദം ഒരു കടന്നാക്രമണപരമായിട്ടാണ് നമ്മളെ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതൊരു മേന്മ എന്ന് പറയുമ്പോൾ തന്നെ ഈ മേന്മ എന്താണ്? കഴിഞ്ഞ കാലഘട്ടത്ത് അടിച്ചമർത്തിയവരുടെ അതേ മേന്മയാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഇത് ഫൂലെ പറഞ്ഞതിന് തുല്യമായ കാര്യമാണ്. ഫൂലെ കഴിഞ്ഞ ആര്യാധിപത്യവും എന്നൊക്കെ പറയുന്ന പ്രാചീന ഇന്ത്യ എന്ന് പറയുന്നത് ആ ഇന്ത്യയിൽ വലിയ മഹത്വമായിരുന്നില്ലെന്നും ആ ഗ്ലോറി എന്ന് പറയുന്നത് പലർക്കും മാത്രമായിരുന്നു ഗ്ലോറി എന്ന് പറഞ്ഞ പോലെ തന്നെ സാംസ്കാരിക ദേശീയവാദത്തെ ഇന്നൊരു മാതൃലാളന പോലെ ആക്കിയിരിക്കുകയാണ്. അതായത് രാഷ്ട്രമെന്ന് പറയുന്ന പല ഹിന്ദുത്വവാദികൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ ലേഖനങ്ങളിലൊക്കെ അവർ പറയുന്നതിന് ഒരു ലാളനയായിട്ട് അവർ ദേശത്തോടുള്ള ഒരു സ്നേഹത്തെ നിർമ്മിച്ചെടുക്കുകയും ഒരു കപടവാദമാണിത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും അവർക്കുണ്ടായിരുന്നില്ല. കാരണം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന സാമൂഹ്യ വിഭാഗങ്ങളെ അവഗണിക്കാനും ഇത്രയും അടിച്ചമർത്താനും ഒന്നും ആരും രംഗത്ത് വരില്ലല്ലോ. കാരണം വ്യത്യസ്തതകൾ തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ദേശീയതയുടെ അകത്ത് അനേക വ്യത്യസ്തതകളെ, പ്രദേശപരമായ വ്യത്യസ്തതകൾ, സാമുദായികമായ വ്യത്യസ്തതകൾ, മതപരമായ വ്യത്യസ്തതകൾ, ഇവയൊക്കെ യോജിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒരു ഔന്നത്യമായിട്ട് നിലനിൽക്കപ്പെടുന്ന സാമൂഹ്യ രാഷ്ട്രീയ സമരങ്ങളെ ഒറ്റയടിക്ക് ഒരു ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലത്തിലേക്ക്, ഭൂരിപക്ഷ രാഷ്ട്രീയ അടിച്ചമർത്തൽ ബോധത്തിലേക്ക് കൊണ്ടുപോവുകയും ഈ കൊണ്ടുപോകുന്നതിന് ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ അംഗീകാരം കൊടുക്കുകയും ചെയ്യുന്നു. കോടതി അതുപോലുള്ള സ്ഥാപനങ്ങൾ പണ്ട് പലപ്പോഴും കോടതികളിലൂടെ സംരക്ഷിക്കപ്പെടുമെങ്കിൽ ഇപ്പോൾ കോടതിയെ വിശ്വസിക്കാൻ ഇല്ലാതായിപ്പോയി. അതാണിപ്പം ദുബൈ, അതുപോലെ തന്നെ നരിമാൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റൊക്കെ ഇപ്പം വളരെയധികം ഖേദത്തോടു കൂടി പറയുന്നത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ഖേദിക്കുന്നതിന് കാരണം ഈ സാമൂഹ്യ വ്യവസ്ഥയുടെ അകത്ത് ഒരു ഡെമോക്രസി എന്ന് പറയുന്ന ഒരു
കൽപ്പന അല്ലെങ്കിൽ ഒരു ഭാവനയെ വളരെയധികം ഏകപക്ഷീയമായിട്ട് ചുരുക്കുകയും ആക്രമണപരമാക്കി മാറ്റുകയും ചെയ്യണം. അപ്പം പശു എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സംരക്ഷിക്കപ്പെടേണ്ട ഒരു മൃഗമാണെന്നുള്ള സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങളിൽ അത് ഉണ്ട്. പക്ഷേ അതൊരു അടിച്ചേൽപ്പിക്കണമെന്നും ഒരിക്കലും പറഞ്ഞിരുത്തുന്നില്ല. അത് ചില വിഭാഗങ്ങളുടെ താല്പര്യാർത്ഥം അല്ലെങ്കിൽ അന്നത്തെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്താണ്. പക്ഷേ ഇപ്പം എന്താണ്, പശുവിൻ്റെ പേര് പറഞ്ഞ ആൾക്കാരെ തല്ലിക്കൊന്ന് കളയുക, ഈ കൊല്ലുന്നവരെ ഗുണ്ടകളെ കൊല്ലുന്നവരെ വലിയ രീതിയിൽ ആഘോഷിക്കുക, കൊല്ലപ്പെടുന്നവരെ പറ്റി ഒരു ശബ്ദം പോലും അവരുടെ പേര് പോലും പുറത്തു വരാതിരിക്കുക, മറിച്ച് കൊല്ലപ്പെടുന്നവർക്ക് വലിയ സ്വീകരണങ്ങൾ കൊടുക്കുക. ഈ പണ്ട് അമേരിക്കയിലെ തെക്കൻ ജില്ലകളിൽ ലിഞ്ചിങ് എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അടിമ കർത്തവരായ ആൾക്കാരെ തോലിരിഞ്ഞ് കൊല്ലുന്ന പോലെ തന്നെ ഏറ്റവും നിസ്സാര കാര്യം പറഞ്ഞു പോലും ഇന്ത്യയിൽ പശുവിൻ്റെ പേരിലും അതേപോലെ തന്നെ ചെറിയ അയിത്തത്തിൻ്റെയൊക്കെ പേരിൽ ആൾക്കാരെ കൊല്ലുകയും മാത്രമാണ്. പണ്ടാണെങ്കിൽ ഇതൊരു ശിക്ഷയായിരുന്നു, കുറഞ്ഞ പക്ഷം പൊതുബോധത്തിൽ ചീത്തയായിരുന്നു, അല്ല പാടില്ലെന്നൊരു തോന്നണമെങ്കിൽ ഇന്നതല്ല. ഇതൊരു സാംസ്കാരിക മഹത്വമായിട്ട് രീതി ചിത്രീകരിക്കപ്പെടുകയും വളരെയധികം നേതാക്കൾ, ഇപ്പോൾ ഈ പറഞ്ഞില്ലേ ഒരു ഹൈക്കോടതി ജഡ്ജി അടുത്ത ദിവസം തന്നെ പറഞ്ഞു കേട്ടില്ലേ, ഭൂരിപക്ഷ ബോധത്തിനകത്ത് നമ്മൾ പോകണമെന്നാണ് പറയുന്നത്. ഈ ഭൂരിപക്ഷ ബോധം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു ഫാസിസ്റ്റ് വാദമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കാ ഒരു രാഷ്ട്രത്തിൻ്റെ ബലം നിലനിൽക്കുന്ന എന്താണ്, അതിൻ്റെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിലാണ്. ന്യൂനപക്ഷങ്ങൾ സമൂഹത്തിനകത്തേക്ക് അടിസ്ഥാനപരമായിട്ട് അവർക്കൊരു അന്യതാബോധമില്ലാതെ, അടിസ്ഥാനപരമായിട്ടൊരു അന്യതാബോധമോ അന്യവൽകൃതരോ അല്ലോ എന്ന് തോന്നാത്ത രീതിയിൽ ദേശത്തോട് ഇഴുകിച്ചേരാൻ കഴിയുന്ന ആത്മാവ് കൊണ്ട് തന്നെ ഇഴുകിച്ചേരാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ മാത്രമാണ് ദേശം പൂർണ്ണമായിട്ട് അതിൻ്റെ ഡെമോക്രസിയുടെ കടമ നിർവഹിക്കുന്നു പറയാൻ പറ്റുള്ളൂ. കൾച്ചറൽ ദേശീയത ഏറെക്കുറെ 80-ന് ശേഷമാണ് അതിന് ഇത്രയും ബലം കിട്ടിയത് ഇന്ത്യയിൽ. സാംസ്കാരിക ദേശീയവാദവും അടഞ്ഞ സാംസ്കാരിക ദേശീയവാദം, കൾച്ചറൽ ദേശീയവാദവും അതുപോലെ തന്നെ കനത്ത രീതിയിലുള്ള അടഞ്ഞ ദേശീയവാദം ഇന്ത്യയുടെ ഒരു പ്രമുഖമായ വ്യവഹാരമായി മാറിയതോടുകൂടി വലിയൊരു വിഭാഗം അന്യതാവൽക്കരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ അന്യതാവൽക്കരണം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ തന്നെ ഒരു ശിഥിലീകരണമാണ്. രാഷ്ട്രം തന്നെ ശിഥിലീകരിക്കപ്പെടുന്നതിന് തുല്യമായ രീതി ഇത് വരുന്നൊരവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ജനാധിപത്യത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഭാഗികമായി പോകുന്നു എന്നുള്ള സങ്കല്പങ്ങളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പുനരാലോചിക്കേണ്ടതുണ്ട്. അതിനെപ്പറ്റി എങ്കിൽ പോലും ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രോമിസാണ്. ഒരു ദെറിദ എന്ന് പറയുന്നൊരു ചിന്തകൻ പറഞ്ഞൊരു കാര്യമാണ്. അത് ലോകത്തിൽ ഒരുപാട് വ്യവസ്ഥകളുണ്ടായിട്ടുണ്ട്. രാജാധിപത്യമുണ്ടായിട്ട്, മതാധിപത്യങ്ങളുണ്ടായിട്ടുണ്ട്, അതേപോലെ നാടുവാഴിത്തമുണ്ടായിട്ടുണ്ട്, പല രാഷ്ട്രീയ വ്യവസ്ഥകൾ ലോകത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ജനാധിപത്യത്തിനൊരു മഹത്വമുള്ളതിന് കാരണം അത് തർക്കങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നൊരിടമായി മാറുകയും നമ്മൾ അതിൽ നമുക്ക് ഒരിടമുള്ളതായി തോന്നുകയും ചെയ്യുന്നൊരു സങ്കല്പം അതിനുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രോമിസാണ്, ഒരു വാഗ്ദാനമാണ് എന്നാണ് ദരിത പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവാം. ഒരുപാട് ഈ ജനാധിപത്യത്തിനകത്തായിരിക്കാം വലിയ കുത്തക മുതലാളിമാർ വരികയും അദാനിമാരും ടാറ്റ ബിർളമാരും ഉള്ളവരൊക്കെ തഴച്ചു കൊളന്നിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവാം, ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുണ്ടാവാം. എങ്കിൽ പോലും ജനാധിപത്യം എക്കാലത്തും നമ്മുടെ ഒരു സ്വന്തം എന്ന് പറയുന്ന ബോധത്തെ, അന്യത എന്ന ബോധത്തെ കുറച്ചിട്ട്, അനദർ എന്ന ബോധത്തെ കുറച്ചിട്ട് സെൽഫ് എന്ന് പറയുന്ന ബോധത്തിലേക്ക് അത് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നതിനെ നമ്മൾ ആർക്കും നിരസിക്കാൻ കഴിയാത്തത്. മാത്രമല്ല ആധുനിക കാലത്തെ എല്ലാ തരത്തിലുള്ള ഇതും ജനാധിപത്യ സമൂഹങ്ങളിലുണ്ടായത്. ഇപ്പം പലപ്പോഴും എല്ലാവരും ആക്ഷേപിക്കുന്നൊരു വേർഡാണ് സ്വത്വവാദം, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്. ഈ സ്വത്വവാദം ശരിക്കും ഉണ്ടായത് എവിടെയാണ്? ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ, അതായത് ജാതി വ്യവസ്ഥ അനുഭവിക്കുന്ന ജാതിവ്യവസ്ഥ അല്ലെ വർണ്ണവിവേചനം പോലുള്ള അവസ്ഥയായിരിക്കുന്ന ഇന്ത്യയിലും വർണ്ണവിവേചനം പോലുള്ള അമേരിക്ക പോലുള്ള സമൂഹങ്ങളിൽ നിന്നുണ്ടായിരുന്നു. ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന സമൂഹങ്ങളിലെ പാർശ്വവൽകൃതർ ഉയർന്നു വന്നത് ഈ രാജാധിപത്യത്തിൻ്റെ കീഴിലോ മതാധിപത്യത്തിൻ്റെ കീഴിലോ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിൻ്റെ കീഴിലോ അല്ല, മറിച്ച് ജനാധിപത്യം ഭാഗികമായിട്ടെങ്കിലും നിലനിൽക്കുന്ന സമൂഹത്തിലാണ്.
ഇപ്പം സ്ത്രീകളുടെ അവകാശ സമരങ്ങൾ ഉയർന്നു വരുന്നത് എവിടെയാണ്? ജനാധിപത്യമുള്ള സമൂഹങ്ങളിൽ നിന്നാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ട് പോലുമില്ല. ഇപ്പോൾ ഈ പറയുന്ന പോലെ പാർശ്വവൽക്കൃത് ചൈനയിലില്ലായിരുന്നിട്ടല്ല, അല്ലെ റഷ്യയിൽ ഉണ്ടാകാതിരുന്നിട്ടല്ല, സ്ത്രീകളുടെ വലിയ പ്രസ്ഥാനങ്ങളും വിഷമങ്ങളും ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷേ ഇതിനപ്പുറം ജനാധിപത്യം എന്ന് പറയുന്ന ഘടന നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ നിന്ന് തന്നെയാണ് ഇന്നത്തെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയപ്പെടുന്ന, അതൊരു അധിക്ഷേപ വാക്കാണ് പലരും കരുതിയിരിക്കുന്നത്. പക്ഷേ അതിനെ സ്ഥായിയായി സ്ഥിരീകരിക്കുന്നതും അല്ല എസൻഷ്യലൈസ് ചെയ്യുന്നതും വലിയ കുഴപ്പമാണെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഇന്നത്തെ ജനാധിപത്യത്തിൻ്റെ ഉൾത്തകർച്ചകളെ കാണാനും അതിൻ്റെ ഒരു ആത്മവിമർശനം നടത്താനും കഴിഞ്ഞിട്ടുള്ളൊരു വലിയ മൂവ്മെൻറ്റുകളാണ് ഈ സ്വത്വവാദം. അത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ശക്തിയാണ്. ഈ ശക്തിയൊക്കെ കൊണ്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നു എന്നുള്ളതും കൂടിയാണ് നമ്മുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇന്ത്യയിലെ ഇനി നമ്മുടെ ഘട്ടം വളരെ സങ്കീർണമായൊരു ഘട്ടത്തിലൂടെയാണ് കടന്ന് നമ്മൾ പോകുന്നത്. കാരണം കഴിഞ്ഞ കാലത്തിലെ കോൺഗ്രസ് പോലുള്ള ഭരണങ്ങൾ നിലനിൽക്കുമ്പം എങ്ങനെ പറഞ്ഞാലും ഒരു ഉത്കൃഷ്ട അല്ലെങ്കിൽ ഉയർന്ന രീതിയിലുള്ള ഒരു പുരോഗമന ആശയക്കാർ ഉണ്ടായിരുന്നു. അവരൊരിക്കൽ പോലും ഈ പശുവിൻ്റെ നമ്മൾ കാണുന്ന പോലെ പശുവിൻ്റെ ചാണകത്തെ വാഴ്ത്തുന്നവരോ വ്യാജ സയൻസ് പറഞ്ഞവരോ, അതേപോലെ തന്നെ വിഭജനം നിലനിൽക്കുന്നുണ്ട് സമൂഹത്തിൽ, ഒരു രാഷ്ട്രീയ സമൂഹത്തിൽ, എല്ലാ സമൂഹത്തിലും വിഭജനങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും വിഭജനത്തെ ഒരുതരം ദൈവികമായിട്ട് മാറ്റുമൊന്നും ചെയ്യാതിരുന്നതായിരുന്നു നമ്മുടെ സമൂഹമെങ്കിൽ ഹൈന്ദവ രാഷ്ട്രീയ ശക്തികൾ ഉയർന്നു വരുന്നതോടുകൂടി ഒരു വ്യാജ സയൻറ്റിഫിക് ബോധത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരികയും ഡിസ്പാരിറ്റി ആഘോഷിക്കുകയും ചെയ്യാണ്. ആ ഡിസ്പാരിറ്റി ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ഹിംസ എന്ന് പറയുന്ന ഒരു സ്ഥാപന രൂപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രിമാർ വരുമ്പോൾ പോലും അവർ പോലും ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷമാണ്. അനേകം രാജ്യങ്ങളിലെ ജനസംഖ്യയെക്കാളും വികസിതമായ ജനസംഖ്യ മുസ്ലിം ജനസംഖ്യയ്ക്ക് ഇവിടെയുണ്ട്. ഒരുപാട് രാജ്യങ്ങൾക്ക് തുല്യക്കാളും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് മുസ്ലിങ്ങളുടെ ആരാധനകൾ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക, അവരുടെ പാർശ്വവൽക്കരണത്തിന് വേണ്ടി നിരന്തരമായിട്ട് എന്തും ചെയ്യുക, രഹസ്യമായിട്ടും പരസ്യമായിട്ടും നിൽക്കുക, പൗരത്വ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെച്ചാവുക, പൊളിറ്റിക്കൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിട്ട് അകൽച്ച വർദ്ധിപ്പിക്കുക. മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തിനോട് ഹിന്ദു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക്, അല്ലെ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഇമാജിനേറ്റീവ് കമ്മ്യൂണിറ്റിയാണ്. ഹിന്ദു എന്ന് പറഞ്ഞൊരു യാഥാർത്ഥ്യമല്ല ശരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യത്യാസങ്ങൾ അതിനെ ഹിന്ദു ആക്കി മാറ്റണമെങ്കിൽ, ഹിന്ദുവിനകത്ത് നമുക്കറിയാവുന്ന പോലെ അനേകം വ്യത്യാസങ്ങളാണ്, ജാതി സമുദായം വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ ഹിന്ദുവിനെ ഒരു യൂണിറ്റാക്കി മാറ്റണമെങ്കിൽ ഒരു അപരൻ വേണം. അത് മുസ്ലിം അപരരാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് മേലൊരു ശത്രുത ഉണ്ടാക്കിക്കൊണ്ട് ഹിന്ദുക്കളെ ഏകീകരിക്കുക എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പത്തിൻ്റെ ഈ വൈവിധ്യങ്ങളെപ്പറ്റി സങ്കല്പങ്ങളെ തന്നെ അട്ടിമറിച്ചു കൊണ്ടുള്ള ഒരു അഭ്യന്തര ശത്രുവാക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ മാറ്റുന്നൊരു ഘടകത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ പൊളിറ്റിക്കൽ നേതൃത്വം കേന്ദ്രത്തിലും പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം എങ്ങനെയാണ് ഇത്ര ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുക? അതേപോലെ തന്നെ കീഴാള വിഭാഗങ്ങളുടെ അവകാശങ്ങൾ പുനർനിർണയിച്ചുകൊണ്ട് അവരെ വീണ്ടും വീണ്ടും ചരിത്രത്തിൻ്റെ അല്ല ദേശീയതയുടെ ഭാഗമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റാലിറ്റിയുടെ ഭാഗമാക്കിക്കൊണ്ട് അവരുടെ വികാസം ഉറപ്പ് തരുന്നില്ലെങ്കിൽ അവരെങ്ങനെയാണ് ദേശത്തിലും ജനാധിപത്യത്തിലും ഇൻക്ലൂഡഡ് ആവുന്നത്? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ആവുന്നതിന് പകരം അവർ സ്വയം എക്സ്ക്ലൂഷനിലേക്കും സ്വന്തം ഒരു അന്യതാബോധത്തിലേക്ക് പോവുകയും ചെയ്യും. ഈ അന്യതാബോധം ഏറെക്കുറെ അതിശക്തമായി പ്രതിഫലിക്കുന്നൊരു കാലഘട്ടമാണ് നമ്മളിപ്പം അഭിമുഖീകരിക്കുന്നൊരു കാലഘട്ടം. ഇപ്പം പലപ്പോഴും നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ നമ്മുടെ കുടിയേറ്റം നടന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ പേര് ഗൾഫിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഗൾഫിൽ കുടിയേറ്റത്തിൻ്റെ ഒരു പ്രത്യേകത, നൂറുകണക്കിന് നമ്മുടെ കുടുംബങ്ങൾക്ക് ഇവിടെ ആഘോഷം, അവിടെ പോയി അവർ കഷ്ടപ്പെട്ടാണ് പൈസയൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ പോലും ഇവിടെയുള്ള നാട്ടുകാരും വീട്ടുകാർക്കും ഒരുപാട് വിജയമാണ്, അല്ലെങ്കിൽ അവരുടെ ഭാഗമാണ്. അവർ ജന്മദേശം എന്ന് പറയുന്ന ദേശത്തിൻ്റെ തന്നെ ഒരു പുനഃസ്ഥാപനമായിട്ടാണ് പഴയ ഗൾഫ് കുടിയേറ്റങ്ങളൊക്കെ നടന്നത്. അവർ തന്നെയാണ് നമ്മുടെ പല ഇതിനെയും കൊണ്ടുവന്നത്. ഇപ്പം പലപ്പോഴും നമ്മൾ മറന്നുപോയ ഓണവും ക്രിസ്തുമസും അല്ലെങ്കിൽ അതൊന്നും വേണ്ടെങ്കിൽ അവിടെ ഗൾഫിൽ അത് വരുന്നു, ഇവിടുത്തെ ഗാനങ്ങൾ വരുന്നു, ഗ്രഹാതര
ഗാനങ്ങൾക്ക് പ്രാധാന്യം വരുന്നു. ഇവിടുത്തെ കലയും ആർട്ടും ഒക്കെ വികസിക്കുകയൊക്കെ വളരെ സങ്കീർണമായ രീതിയിൽ ദേശത്തെ ജന്മനാടിനെ പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് പ്രവാസി ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവാസിത്വം കൊണ്ടുവന്നിട്ടുള്ള ഘടകമാണ്. ഇവിടുത്തെ സാഹിത്യങ്ങൾ അവിടെ കൊണ്ടുവരിക, അവിടുത്തെ ആഘോഷങ്ങൾ വരിക, അങ്ങനെ ആഘോഷങ്ങളുമൊക്കെ പകർച്ചകളുണ്ടാവുന്നെങ്കിൽ ഇന്നത്തെ ഒരു പ്രത്യേകത നോക്കുക. ഒരുപാട് കുട്ടികൾ ഇന്ന് പോകുന്നുണ്ട് വിദേശത്ത്, പ്രത്യേകിച്ച് യൂറോപ്പിലേക്കും ഒക്കെ പോകുന്നുണ്ട്, ഇംഗ്ലണ്ടിലേക്കും ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരുടെ അകത്ത് പുനഃസ്ഥാപിക്കുന്ന എന്താണ്? അവർ ജന്മനാ തിരിച്ചു വരുന്ന ഒരു ആഹ്ലാദമല്ല, ഒരു പുനഃസ്ഥാപനമല്ല നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികൾ അവിടെ പോയി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാണ്, ഈ പറയുന്ന പോലെയല്ല ഒരു ജീവിതം. ഇവിടെ ഇപ്പം എൻ്റെ ഒരു മോനും ഇവിടെയുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, ബ്രിട്ടനിലുണ്ട്. അവനോട് ഞാൻ മിക്കവാറും എല്ലാ ദിവസവും സംസാരിക്കുമ്പോഴും പഴയ കുടിയേറ്റത്തിൻ്റെ അല്ല പ്രവാസത്തിൻ്റെ ഒരു ബോധമല്ല അവർക്കുള്ളത്. അവർക്ക് ഈ നാടിനെ സ്നേഹത്തോടുകൂടി വരണം താല്പര്യമില്ലാതായിപ്പോയി. ഈ അവസ്ഥയുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതിന് കാരണം ഇവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സമൂഹം എന്ന് പറയുന്നത് അതിശക്തമായ രീതിയിൽ ഈ നമ്മത്തെ യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള പാർശ്വവൽകൃത വിഭാഗങ്ങൾക്ക് ആത്മൈക്യപ്പെടാൻ കഴിയില്ലാത്ത രീതിയിൽ ഒരുതരം പഴയ രീതിയിൽ മേധാവിത്വപരമായി മാറി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. അത് ഒരു വളരെ ശക്തമായി നിലനിൽക്കുന്നുള്ള ഒരു ഘടനാപരമായിട്ട് തന്നെ സ്ട്രക്ചറലായിട്ട് തന്നെ ഇത് മാറിയിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാം, ഈ ഹന്ന ആരെൻ്റ് എന്ന് പറയുന്നൊരു ചിന്തയാണ് ഈ രണ്ട് തരം അസ്തിത്വം ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് കേവലമായ അസ്തിത്വം, നമുക്കൊരു മനുഷ്യർ എന്ന നിലയിൽ നമുക്കൊരു അസ്തിത്വമുണ്ട്. വേറൊരു അസ്തിത്വം നമ്മൾ രാഷ്ട്രീയ മനുഷ്യർ എന്ന നിലയിൽ നമുക്കൊരു അസ്തിത്വമുണ്ട്. രണ്ടസ്തിത്വം. ഈ രാഷ്ട്രീയ മനുഷ്യർ എന്ന് പറയുന്ന അസ്തിത്വം എന്ന് പറയുന്നത് നമുക്ക് തരുന്ന പൗരാവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങൾ, നമുക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന അനേക അവകാശങ്ങളുടെ അകത്താണ് നിലനിൽക്കുന്നത്. അത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൗരാവകാശമാണ്. ഞാൻ പൗരനാണ്, ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യൻ ദേശീയ ഭാരതീയനാണ്, ഇന്ത്യൻ പൗരനാണെന്നുള്ള എൻ്റെ ബോധം, അല്ലെ പൗരയാണ് എന്ന് പറയുന്ന ഒരു ബോധം. അതേപോലെ തന്നെ ഇവിടെ നിലനിൽക്കുന്ന ലോകത്തെല്ലായിടത്തും മനുഷ്യാവകാശത്തെപ്പറ്റി ഒരു സങ്കല്പമുണ്ട്. മനുഷ്യർക്ക് ഇന്നത് മാത്രം അവകാശങ്ങളുണ്ടെന്നും ഈ അവകാശങ്ങൾക്ക് കിട്ടാൻ അർഹത എന്ന് പറയുന്ന ചില അവകാശങ്ങൾ അത് വളരെ ഒരു പ്രോസസ്സ്, പൊളിറ്റിക്കൽ പ്രോസസ്സായിട്ടാണ് ഹന്ന ആരെൻ്റ് കാണാമെങ്കിൽ പിന്നെ മേയറായൊരു അസ്തിത്വമുണ്ട്. ഒരു ആർജിതമായിട്ടൊന്നും കിട്ടുന്നില്ല, വെറുതെ ജീവിച്ചു പോകുന്നു. ആ ജീവിച്ചു പോകുന്നത് എപ്പോഴും വേണമെങ്കിൽ എടുത്തു കളയാം, അവർക്ക് മേലുള്ള അവകാശം. അതാണ് ഇപ്പം അദ്ദേഹം ജൂത ചിന്തകയായിരുന്നു. ജൂതർക്ക് മേലുള്ള ഫാസിസത്തിൻ്റെയും ഹിറ്റ്ലറിസത്തിൻ്റെയൊക്കെ ആക്രമണങ്ങളുടെ ഘട്ടത്തിൽ ആണ് അവർ ഈ പ്രോബ്ലങ്ങളൊക്കെ പരിശോധിച്ചത്. അപ്പോൾ അവർ പറയുന്നത് എടുത്തു കളയപ്പെടുകയാണ്. ഓരോ ഘട്ടത്തിലും അവരുടെ അവകാശങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് അവർ ഒരു അവസാനം പറഞ്ഞ പോലെ പറയുന്ന പോലെ ഒരു നഗ്ന മനുഷ്യ, ഒരു തരം കേവല മനുഷ്യരാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് വരികയാണ്. ഈ പ്രോസസ്സാണ് ഇന്നത്തെ സാംസ്കാരിക മേന്മാവാദവും സാംസ്കാരിക കൾച്ചറൽ പൊളിറ്റിക്സും അതേപോലെ തന്നെ സവർണ മേധാവിത്വത്തിന് വേണ്ടിയുള്ള അല്ലെ ബ്രാഹ്മണിസമാണ് ഏറ്റവും ശരിയെന്ന് പറയുന്നതും ഒക്കെ കൂടിയ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വലിയ രീതിയിൽ നമ്മുടെ ഒരു ഇൻ്റലക്ച്വൽ നിര പലപ്പോഴും അസ്തമിക്കപ്പെടുകയും ചെയ്യുകയാണ്. അത് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ബോധ്യപ്പെടും. ചോദ്യം ചെയ്യേണ്ടവർക്ക് ചോദ്യം ചെയ്യാൻ കഴിയാതെ വരിക. അക്കാഡമിസത്തിനകത്താണെങ്കിൽ അതിസംഖ്യന ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഇന്ത്യയുടെ മാത്രം കുഴപ്പമല്ല. പലപ്പോഴും നമ്മൾ ഈ വലതുപക്ഷ ശക്തി എന്ന് പറയുന്ന വലതുപക്ഷ ശക്തികൾ പല സ്ഥലത്തും വളരെ പ്രോമിനൻ്റായി വികസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആഗോളവൽക്കരണത്തിന് ശേഷം അതിർത്തികൾ തുറക്കുമെന്നും അകലങ്ങൾ കുറയുമെന്നുമൊക്കെയാണ് നമ്മൾ പറഞ്ഞെങ്കിൽ ലോകത്തെല്ലായിടത്തും അതിർത്തികൾ വളരെ ശക്തമായി അടയുകയാണ് ചെയ്തത്. മാത്രമല്ല ഡിസ്പാരിറ്റികൾ, അസമത്വങ്ങൾ ആഘോഷിക്കപ്പെടുകയും ചെയ്യണം. അസമത്വങ്ങൾ കുറയുന്നു പറയുന്നതിന് പകരം ആഘോഷിക്കപ്പെടുകയും ഇപ്പം ട്രംപ് പോലുള്ള ആൾക്കാർക്കൊക്കെ വരുമ്പോഴത്തേന് ന്യൂനപക്ഷ പ്രശ്നങ്ങളുടെ മേലും ഇതൊക്കെ കൃത്യമായി പറഞ്ഞ്, അല്ലെ സ്ത്രീ വിരുദ്ധതയൊക്കെ പറഞ്ഞ് തന്നെ വരുന്നവരാണ് അധികാരത്തിലേക്ക് വരുന്നത് പല രാഷ്ട്ര നേതാക്കന്മാരും. പിന്നെ പല സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുന്നവരും, ഇപ്പോൾ നമ്മൾ ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വന്നു നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ വംശീയതയെ തന്നെ കേന്ദ്രീകരിച്ച് വന്നവരുമാണെന്നുള്ളൊരു പ്രശ്നം കൂടെ നിലനിൽക്കുന്നു. അങ്ങനെ ഡെമോക്രസി എന്ന് പറയുന്ന അല്ലെങ്കിൽ സങ്കീർണമായിട്ട് ദേശീയത എന്ന് പറയുന്നത് സങ്കീർണമായൊരു ഘട്ടത്തിൽ നിലനിൽക്കുമ്പോൾ അതിനെ ഒരു ചിന്തനത്തിന് വിധേയമാക്കിക്കൊണ്ട് പോകേണ്ട രീതിയിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും എന്നുള്ളൊരു
ഒരു കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലെനിക്ക് ഏറ്റവും പ്രസക്തമായൊരു കാര്യമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദർദ പറഞ്ഞ വാക്കാണ് ജനാധിപത്യം ഒരു പ്രോമിസാണ്. നമ്മളവിടെ ഉണ്ട് എന്നൊരു സങ്കല്പം അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും അതുപോലെയുള്ള സോഷ്യലിസം പോലുള്ള പൊതു ആദർശങ്ങളെയും കാലോചിതമായി വികസിക്കുന്ന രീതിയിൽ നമ്മൾ സ്വയം ഐഡിയോളജിക്കലായിട്ടും പരിവർത്തനപ്പെടണം. ഐഡിയോളജി അതിനെ സാംശീകരിച്ച് ആശയപരമായിട്ട് എടുത്തുകൊണ്ടുള്ള നമ്മൾ ഇക്വിപ്പൈഡ് ചെയ്താൽ മാത്രമാണ് അത് ഓരോ വിഭാഗങ്ങളൊരു പൊതുവിന് വേണ്ടി സ്വയം നശിക്കുകയല്ല ചെയ്യേണ്ടത്. പൊതു പലപ്പോഴും മേധാവിത്വമായിരിക്കും. ഈ പബ്ലിക് എന്ന് പറയുന്ന അല്ല പൊതു എന്ന് പറയുന്നത് പലപ്പോഴും മേധാവിത്വത്തെയാണ് പൊതു എന്ന് നമ്മൾ പറയുന്നത്. അതാണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ യൂറോ സെൻട്രിസത്തെ പറ്റിയും ഒക്കെ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഏഷ്യ ആഫ്രിക്ക രാജ്യങ്ങൾ എങ്ങനെ അപരരാകുന്നു, ഇവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ദലിതരും എങ്ങനെ അപരരാകുന്നു എന്നൊക്കെയുള്ള ചോദ്യത്തിന് കാരണം ഇവിടെ നിർമ്മിക്കപ്പെട്ട പൊതുവിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ അവരുടെ പ്രശ്നമല്ല. അല്ലെ മുസ്ലിങ്ങൾ കുഴപ്പക്കാരും തീവ്രവാദികളും ആയതുകൊണ്ടല്ല, ദലിതർ പിന്നോക്കക്കാരും ദുർമാർഗികളും മോശക്കാരായതുകൊണ്ടല്ല, അതേപോലെ സ്ത്രീകളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടും അവർക്ക് വൈകാരിക ജീവികളായതുകൊണ്ടും അല്ല സമൂഹത്തിലുണ്ട്. മറിച്ച് പൊതു എന്ന് പറയുന്നത് നിശ്ചിതമായ ചില ഘടകങ്ങളാൽ ചില ഐഡിയോളജിക്കൽ ബേസിൽ തന്നെയാണത് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് ചില മേധാവിത്വങ്ങളുടെ ഒരു വലിയ ബന്ധമുണ്ട്. ഇതിനെ അഴിച്ചു മാറ്റുന്ന രീതിയിൽ നമ്മുടെ ജനാധിപത്യ ചർച്ചകൾ വികസിച്ച് വരികയൊക്കെ ചെയ്യേണ്ടി വരുന്ന രീതിയിലുള്ള ചർച്ചകൾ കൊണ്ട് നിശബ്ദത ഒരു പരിഹാരമല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അടച്ചു മുട്ടിപ്പെടുന്ന അനാരണ്ട് പറഞ്ഞ പോലെ മിയർ അസ്തിത്വത്തിലേക്ക് കൊണ്ടുപോവുക, നമ്മളെ ഒരു വെറും അസ്തിത്വം മാത്രമുള്ള വെറും നിലനിൽപ്പ് മാത്രമുള്ളവരായി മാറുക എന്നത് ഭരണകൂട വ്യവസ്ഥകളുടെ ഒരു ആവശ്യമാണെങ്കിൽ ജനങ്ങളുടെ ആവശ്യം എപ്പോഴും അവരൊരു രാഷ്ട്രീയാധികാരമുള്ളവരായിട്ടും സാമ്പത്തിക വിഭവ സ്വാതന്ത്ര്യമുള്ളവരായി മാറുന്നതാണ്. അങ്ങനെയുള്ള സമരങ്ങൾ ഇന്ത്യയിലും ലോകത്ത് എവിടെയും നിലനിൽക്കുന്നുണ്ട്. അതിനെ റെക്കഗ്നൈസ് ചെയ്യണം. ഭരണകൂടത്തിൽ നിന്ന് വരുന്ന വൻകിട പത്രങ്ങളിൽ നിന്ന് വരുന്ന വാദങ്ങൾ മാത്രമല്ലാതെ ബഹുജനങ്ങൾക്കകത്ത് നടക്കുന്ന ഇതുപോലത്തെ സാമൂഹ്യ രാഷ്ട്രീയ സമരങ്ങളിൽ നിന്നും ഐഡിയോളജിക്കലായ പുനഃസംഘടനകളിലൂടെയും കൂടെ നമ്മൾ ജനാധിപത്യത്തിനും ദേശീയതയ്ക്കും നമ്മുടെ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ കൊടുക്കേണ്ടി വരും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എല്ലാവർക്കും അഭിപ്രായം.